സ്വകാര്യവൽക്കരണം എന്ന ആരോപണം തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശന്. ഒന്നും സ്വകാര്യവൽക്കരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് വ്യക്തമാക്കി. ബജറ്റില് ഒരിടത്തും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ബജറ്റില് ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്തെ ചർച്ചയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങള് അടച്ചുപൂട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയില് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. കരിമണല് ഖനനത്തിലെ ആരോപണങ്ങളിലും വി ഡി സതീശന് മറുപടി നൽകി. കരിമണല് സ്വകാര്യവൽക്കരിക്കാന് പോകുന്നുവെന്ന് എവിടെയാണ് താന് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ബജറ്റ് പ്രസംഗം വീണ്ടും വായിച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ഇതില് എവിടെയാണ് സ്വകാര്യവൽക്കരണം? ഇല്ലാ കഥകള് പ്രചരിപ്പിക്കുന്നു. യു-ടേൺ എടുക്കില്ല. പറഞ്ഞതില് ഉറച്ചുനിൽക്കുന്നു. കേന്ദ്രവും കേരളവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്, മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവി കേരളത്തെ കെട്ടിപ്പടുത്താനാണ് പല പദ്ധതികളും രൂപീകരിക്കുന്നതെന്ന് വി ഡി സതീശന് പറഞ്ഞു. ശ്രദ്ധേയമായ തുടക്കങ്ങൾ തങ്ങൾക്കുണ്ടായെന്ന് വി ഡി സതീശന് പറഞ്ഞു. ധവളപത്രം രാഷ്ട്രീയ വിമർശനം അല്ലെന്നും ആധികാരികമായ വിവരങ്ങളാണ് അതിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകം മാറുന്നതിനനുസരിച്ച് കേരളത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുകയാണ്. കേരളത്തിന്റെ സാധ്യത പരിശോധിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത്. കേരളത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ബജറ്റില് പ്രതിഫലിക്കുന്നുണ്ട്. നടപ്പാക്കാന് കഴിയും എന്ന് ഉറപ്പുള്ള വാഗ്ദാനങ്ങളാണ് ബജറ്റില് ഉള്ളത്. നികുതി വരുമാനത്തിന്റെ 77% സാലറി, പെൻഷന്, പലിശ എന്നിവയ്ക്കായി പോവുകയാണ്. ബാക്കി 23% വെച്ച് വേണം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാന് എഡ്കമ്മ മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ തലയില് നികുതിഭാരം കെട്ടിവെക്കാതെ ഖജനാവ് നിറയ്ക്കുമെന്നും വി ഡി സതീശന് പറഞ്ഞു. തങ്ങൾക്കത് ചെയ്യാന് കഴിയുമെന്നും അതിനുള്ള ആത്മവിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുമെന്നും വി ഡി സതീശന് കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കെഎസ്ആർടിസിയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സബ്സിഡി നൽകാതെ സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കും. കെഎസ്ആർടിസിയും സപ്ലൈകോയും അടച്ചുപൂട്ടില്ല. കെഎസ്ഇബിയെ ലാഭത്തിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തില് ആയിരുന്നുവെന്നും എന്നാൽ കോടികളാണ് ഇപ്പോൾ കെഎസ്ഇബിയുടെ നഷ്ടമെന്നും വി ഡി സതീശന് പറഞ്ഞു. വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയില് വയ്ക്കുക എന്നതല്ല സർക്കാർ നയമെന്നും അല്ലാതെ തന്നെ ലാഭത്തില് ആക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ പങ്കാളിത്തമാണ്. സാധാരണക്കാരായ പ്രവാസികളെ കേരളത്തിന്റെ വികസനത്തില് പങ്കാളികളാക്കും. പ്രവാസജീവിതം കഴിഞ്ഞ് തിരിച്ചുവരുന്നാല് കഷ്ടപ്പെടുന്നവരാണ് പലരും. അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. നിക്ഷേപകര് സങ്കടത്തോടെ തിരിച്ചുപോകേണ്ടി വരില്ല. പ്രോജക്റ്റ് നടപ്പിലാക്കാന് പ്രോട്ടോകോള് വരും. നയാ പൈസയുടെ നികുതിഭാരം ജനങ്ങളുടെ മേല് അടിച്ചേൽപ്പിക്കില്ല, മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷന് കമ്പനിയുടെ കടം 17,175 കോടി രൂപയാണെന്നും ഈ സർക്കാരിന്റെ തലയിലാണ് ആ കടമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീ പദ്ധതിയിലും മുഖ്യമന്ത്രി നയം വ്യക്തമാക്കി. മരവിപ്പിക്കാന് വേണ്ടിയാണോ നിങ്ങൾ ഒപ്പുവെച്ചതെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് ചോദിച്ചു. എന്നാൽ PM ശ്രീ നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പറഞ്ഞു. നടപ്പിലാക്കേണ്ടതില്ല എന്നത് നയപരമായ തീരുമാനമാണെന്ന് പിണറായി വിജയന് കൂട്ടിച്ചേർത്തു. PM ശ്രീ കരാറില് കഴിഞ്ഞ സർക്കാർ ഒപ്പുവച്ചു. മറ്റു ഫണ്ടുകൾ വാങ്ങാനാണ് ഒപ്പുവച്ചത്. ആ ശ്രമം ശരിയല്ല എന്ന് ഞങ്ങള് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പിന്നോട്ടു പോയത്. അത് നടപ്പിലാക്കാന് നിങ്ങള് വീണ്ടും ശ്രമിക്കുന്നതെന്തിനാണ്? പിണറായി വിജയന് ചോദിച്ചു. എന്നാല് എന്തിനാണ് ഒപ്പുവച്ചതെന്ന ചോദ്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാർ വച്ച മന്ത്രിസഭാ ഉപസമിതി എന്തുകൊണ്ട് യോഗം പോലും ചേർന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നടപ്പിലാക്കാന് ഇല്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് കേന്ദ്രത്തെ അറിയിക്കാമായിരുന്നില്ലേ? RSSന്റെ മുമ്പില് കീഴടങ്ങിയാണ് നിങ്ങള് ഒപ്പുവച്ചത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഞങ്ങള് പറഞ്ഞിട്ടില്ല, വി ഡി സതീശന് പറഞ്ഞു.